ുന്നതും ഭവാൻ, മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ എന്ന് പണ്ട് ആരാണ്ടോ പറഞ്ഞതുപോലെ ആയല്ലോ സാറിന്റെ ഗതി. അത്ര വലിയ മാളിക കഴിഞ്ഞ സാർ എങ്ങനെയായി കൊച്ചു വീട്ടിൽ കഴിയുന്നത്? കഴിയേണ്ടി വന്നാൽ കഴിയാതെ നോക്കൂ. ശരിയാ, അടി തെറ്റിയ ആനയും വീഴും. ഇതാ എല്ലാം കൂടെ 7 രൂപയ്ക്കുണ്ട്. കത്രീനയ്ക്ക് ഇന്ന് തന്നെ പോണല്ലേ? അതെ സാഹിബേ. നിന്റെ മോളെ കല്യാണത്തിന് നിനക്ക് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. നിനക്കൊരാവശ്യം വന്നപ്പോ ഞാനില്ലായ്മക്കാരനായിപ്പോയി. എനിക്കൊന്നും വേണ്ട സാഹിബേ. 10-20 വർഷക്കാലം ഈ കുടുംബത്തിൽ രംഗത്തെ പോലെ നീ കഴിഞ്ഞു. സ്വന്തം മകളെ പോലെ എന്റെ മകളെ നീ വളർത്തി. എന്ത് മറന്നാലും അതെനിക്ക് മറക്കാൻ പറ്റില്ലല്ലോ. ഇവിടുത്തെ ചുറ്റുപാടുകൾ ഞാനും മറന്നുകൂടല്ലോ. എല്ലാം ഞാനായിട്ട് നശിപ്പിച്ചതാണ്. ഒരു മകൾ വളർന്നു വരുന്ന കാര്യം പോലും ഞാൻ മറന്നു. ബാലിനെ പറ്റിയും എനിക്ക് ചില കണക്കുകൂട്ടുകളുണ്ടായിരുന്നു. അതും തെറ്റി. ഇനി എല്ലാം പറഞ്ഞിട്ടുണ്ട് ഫലം. It is too late. ഡെയ്സി, മോളെ ആ മാലിങ്ങി തരൂ. ഇതാ കത്രീന. ഇല്ല സാഹിബേ, ഞാനിത് വാങ്ങില്ല. ഡെയ്സിയും എന്റെ മോളും എനിക്കൊരുപോലെയാണ്. കത്രീന, നിന്റെ മകൾക്ക് ഞാൻ തരുന്നൊരു സമ്മാനമാണിത്. ഇത് വാങ്ങൂ കത്രീന, ഇത് വാങ്ങൂ. ഇതാ ഞാൻ പോകുന്നു മോളെ. കത്രീന, നീ ഇനി വരണ്ട. സാഹിബേ, നിനക്ക് ശമ്പളം തരാൻ എനിക്ക് കഴിവില്ല. വയ്ക്കോ വയ്ക്കോ. ഡാഡി, മോളെ, 1000 ബോഗികൾ ഒന്നിച്ചു ഭരിക്കുന്നു ഒരു ഇഞ്ചിനേക്കാൾ ശക്തിയുള്ളവനായിരുന്നു ഞാൻ. ഇന്നെന്റെ എല്ലാ നിയന്ത്രണങ്ങളും പോയി. പാളം തെറ്റുന്നതിന് മുമ്പ് എന്നെങ്കിലും ഒരു ലക്ഷ്യത്തിലെത്തിക്കാൻ സാധിച്ചാൽ മതിയായിരുന്നു. ചായ ബക്കം ബക്കം കുടിക്കും, കാശ് ബക്കം ബക്കം എടുക്കും, വണ്ടി വിടാറായി. ഹരഹരോ ഹര, ഹരഹരോ ഹര, മുരുഹാ മുരുഹാലയ പഴനിമല ആണ്ടവ ദർശനத்துக்கு போறேன், നേർച്ച കൊടുക്കോ. ഹരഹരോ ഹര, ഹരഹരോ ഹര, പഴനിമല കോവിലിലെ പാൽ കാവടി, ബാലസുബ്രഹ്മണ്യന്റെ പീലി കാവടി. കണ്ടനക്ക് ഹരോഹര, വേലനക്ക് ഹരോഹര, കണ്ടൻ. എന്താ നേർച്ച വാങ്ങിക്കാതെ വലിഞ്ഞു കളഞ്ഞത്? മമ്മൂക്ക് എന്തിനാ ഞങ്ങളുടെ വയറ്റത്തടിക്കുന്നത്? ഞങ്ങൾ എങ്ങനെങ്കിലും ജീവിച്ചോണ്ട് പോട്ടെ. ഇക്കുറി പഴനിക്ക് പോകാനാ ഭാവം? അത് കളക്ഷനെ ആശ്രയിച്ചിരിക്കും. ഞാൻ കരിയപ്പല്ലേ, നിന്റെ ബായിൽ തുളച്ചാണോ കയറ്റിയിരിക്കുന്നത് ശൂലം? പിന്നെ അങ്ങ് സന്നിധാനത്തിൽ കൊണ്ടല്ലയോ കയറ്റിയത്? അത് ശരി. അയ്യോ തൊട്ടോടാ പ്രഥമാ. പൊളിക്കടാ ബായ്, പൊളിക്കടാ, പൊളിക്ക. അല്ലോ, ഇതിന്റെ അറ്റം കൂർത്താണല്ലിരിക്കുന്നത്. കരിയപ്പല്ലേ, ഇത് ഞമ്മള് നിന്റെ സന്നിധാനത്തിൽ കേട്ടിട്ട ഉപദ്രവിക്കല്ലേ. ഓട്ടിച്ചതിന് പോലീസുകാർ തലമുട്ടയടിച്ച്. അപ്പൊ പിന്നെ പുതിയൊരു വേഷം. ഒട്ടത്തലയും കൊണ്ട് ജീവിക്കാൻ ഇതല്ലാതെ വേറെ വഴിയില്ല മമ്മൂക്ക. മരുന്നേ, എന്താ മോളെ? എനിക്ക് അച്ഛൻ്റെ അടുത്ത് പോകണം. നമ്മൾ എന്റെ അച്ഛൻ്റെ അടുത്ത് എന്നെ കൊണ്ടുപോയി. എടാ, നിനക്കും എനിക്കും ഇന്ന് ഡ്യൂട്ടി ഇല്ല. അതിനെന്താ? നിനക്കും നിന്റെ മോക്കും എന്റെ വീട്ടിലെത്താഴം. ഓ റെഡി. പക്ഷേ തീയൽ വേണം. തീയൽ നിനക്ക് ഇത്ര ഇഷ്ടമാണ്? നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന തീയൽ കൂട്ടുമ്പോൾ പണ്ടെങ്ങോ അത് കഴിച്ച ഓർമ്മയാണ്.
അല്ല, രണ്ടുപേരിൽ നിന്ന് ബാല്യം പഠിക്കാണോ? ബാലന്റെ മെമ്പർ ഷോറും കൊണ്ട് പോന്നു, നമ്മൾ മേടിച്ചോണ്ട് പോന്നു. വാടാ, രണ്ടര കൂടി ഊണ. ഏയ്, എന്റെ ചോറ് ഹോട്ടലിലാണടാ. മാമളെ നമുക്ക് കഴിക്കാം. മോള് മാവന്റെ ഉണ്ടേ. ശരി, നമ്മൾ വിളമ്പിത്തരാം. എന്താ വേണം? എനിക്കൊരു ബോട്ടിൽ ബ്രാൻഡ് വേണം. ഇവിടെ 10-300 രൂപ കടമുണ്ട്. അത് തന്ന് വീർത്തിട്ട് കുടിച്ചാൽ മതി. എന്റെ കയ്യിൽ 5-8 രൂപയുണ്ട്. അത് കൊണ്ടുപോയി ചാരായം വാങ്ങിച്ചു കുടിക്കാം. ചെല്ലേ. ഇങ്ങോട്ട് വന്ന് സായിപ്പിനെ ആരും കാണാൻ പോകുന്നില്ല. സാർ എന്ത് വേണം? ഒന്നും വേണ്ട. എടി 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 തന്തയുടെ പ്രായമുള്ളവരെ വെറുതെ വിടത്തില്ലല്ലയോ? ആറവാണിച്ച് ആച്ചാനെ, സായിപ്പ് നമ്മുടെ സ്വന്തം ആളാ. പണ്ട് റെയിൽവേയിൽ ഡിപ്ലിക്കോസ് ആയിരുന്നു. ഡിപ്ലിക്കോസോ? ആ, വലിയ ഓഫീസർ. അത് ശരി. എന്തോ വേണം? എനിക്കൊരു ബോട്ടില് വാറ്റ് ചാരായം വേണം. 10 രൂപയാവും. എന്റെ കയ്യില് 8 രൂപയേ ഉള്ളൂ. 2 രൂപ അങ്ങേര് പിന്നെ കൊണ്ടുവന്ന് തരുവാശാനെ. കൊടന്ന് ഇരിക്കേ. ഇങ്ങോട്ട് ഇരി സായിപ്പേ. ചെല്ലമ്മേ, എന്തോ? ഒരു കുപ്പി ഇങ്ങോട്ട് എടുക്കല. വേണ്ട വേണ്ട, ഇരിക്കയോ. ഞാൻ പറഞ്ഞില്ലയോ, സ്വയംബ സാധനമാ. നിങ്ങളുടെ കൂട്ടുകാരന് എരിവ് ഇഷ്ടമാണോ? ഇഷ്ടമാണോ എന്നോ? അവനും കള്ള. ഇന്നലെ നീ കൊടുത്തയച്ച തീയൽ കൂട്ടിയിട്ട് അവൻ പറയുക മരിച്ചുപോയ അവന്റെ ഭാര്യ വെച്ചതുപോലെ ഇരിക്കുന്നുവെന്ന്. പിന്നെ എന്താ അയാൾ വീണ്ടും കെട്ടാത്തത്? എത്ര പറഞ്ഞിട്ടും അവൻ അടുക്കുന്നില്ല. അവൻ വന്നു. അയ്യോ, കറിയൊന്നും ശരിയായിട്ടില്ല. ധൃതിയൊന്നും വെക്കണ്ട. അവനിവിടെ അതിഥിയൊന്നുമല്ല, എന്റെ ഏറ്റവും വലിയ കൂട്ടുകാരന്. എടാ, ഉണ്ണാൻ വിളിച്ചെന്ന് പറഞ്ഞ സന്ധ്യക്ക് പോന്നോ? ഞങ്ങൾ ഉദ്ദേശിച്ചു ഒറ്റ എടി വെച്ചത് ഞാൻ. മോളെ മോളിക്ക്. എടാ, ഊണ് തയ്യാറാകുന്ന 10 മിനിറ്റാണ്. നീ അടുക്കള വലിയ ശ്രമമായിരുന്നു തോന്നല്ലോ. ഭാര്യയെ സഹായിക്കാൻ പറ്റുമോ? പറയുന്ന കേട്ടോ തോന്നി ഇവിടെ വിരുന്നുണ്ടാൻ വന്നിരിക്കുകയാണ്. പിന്നെ ഊണ് മുമ്പ് നമുക്കൊരു സ്മാർട്ട് ഫിറ്റ് ചെയ്തതാണ്. ഓ യെസ്. ഒന്നുമില്ല മോളെ, ഇത് ഒരു മരുന്നാണ്. നിന്റെ അച്ഛന് ജലദോഷം. പാട്ട് പാടാൻ അറിയാമോ? എന്ത് പാട്ടാ? പാടി വെക്കുന്ന പാട്ടാ. എന്നാ മോളൊന്ന് പാടിക്കേ. കുടമുല്ലക്കാവിലെ കുസുതേ കാറ്റേ, നിശമ്മനീർ മലച്ചുണ്ടിലെ തേന്നു വന്നില്ലേ, തേന്നു വന്നില്ലേ. കുടമുല്ലക്കാവിലെ കുസുതേ കാറ്റേ, നിശമ്മനീർ മലച്ചുണ്ടിലെ തേന്നു വന്നില്ലേ, തേന്നു വന്നില്ലേ. ആലവട്ടം വീശി നിൽക്കും ആവണി പുലരി, നീ തേരിലേറി വന്നല്ലോ, തേന്നുകർന്നല്ലോ. പാൽപ്പുഴയിൽ കുളിച്ചെത്തും പൗർണമി സന്ധി, നിൻ സ്നേഹദാഗം തേനലയിൽ പടരൂയില്ലേ. മിടുക്കി. ഇതിന്റെ മിസ് ചെയ്തൊരു കണ്ടില്ലല്ലോ. ആഹാ, എടി മിസ്സിയേ, ഇങ്ങോട്ട് വാ. സാവിത്രി, നീ എന്താ ഇങ്ങനെ നിൽക്കുന്നത്? അയ്യോ, പപ്പടം കരിയുന്നല്ലോ. നീ വാ. പിന്നെ നിന്നെ അവനൊന്ന് കാണണമെന്ന്. വാ. എടാ നോക്ക്, ഇതാണ് എന്റെ മിസ്സി. എടി മിസ്സി, ഇവനാണ് ഞാൻ പറഞ്ഞ സ്നേഹിതൻ. ഇവൻ ഈ ഒരു കുട്ടിയേ ഉള്ളൂ. ഇവളുടെ അമ്മ മരിച്ചു.
ഇവിടെയാണ് ഇപ്പൊ പാടിയത്. മോളെ, ഇവിടെ ഒരു ചേച്ചി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതാണ് ഈ ചേച്ചി. മോളെങ്ങോട്ട് വരൂ. നീ കുഞ്ഞിനെ ഇങ്ങോട്ട് വിളിയടി. മോളെ വാ. ഇല്ല, എന്റെ കുഞ്ഞിനെ അവൾ തൊടാൻ പാടില്ല. വേണ്ട. വേണ്ട പല, ഞാൻ ഡോക്ടറെ കൊണ്ടുപോയിക്കളാം. വേദന കുറഞ്ഞു മോളെ? കുറഞ്ഞു. മോൾ എണീറ്റ് പോയപ്പം അച്ഛൻ അറിയാതെ കാല് സ്റ്റൂളിൽ തട്ടി. അതെന്റെ മോടെ കാലിൽ തന്നെ വീണു. മോക്ക് അച്ഛനോട് പിണക്കമുണ്ടോ? ഇല്ല. രാഘവ, കുഞ്ഞിന്റെ കാലെങ്ങനെ ഇരിക്കുന്നു? സാരമില്ല, ഞാൻ മരുന്ന് വെച്ച് കിട്ടി. കേടാ മണ്ട, നീ കരയുകയാണോ? തരക്കേടില്ല. മോളെ, ഇപ്പൊ വേദന ഉണ്ടോ? ഇല്ല. ആ മിടുക്കി. ഇതാ സാവിത്രി അന്നയച്ചതാ. നിങ്ങൾ ഊണ് കഴിക്കാതെ വന്നതുകൊണ്ട് സാവിത്രി ഒന്നും കഴിച്ചില്ല. കുഞ്ഞിന്റെ കാലിൽ സ്റ്റൂള് വീണതിന് വേദന മുഴുവൻ സാവിത്രിക്ക. കുഞ്ഞുങ്ങളോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടായിരിക്കും. സത്യമാനടാ, കുഞ്ഞുങ്ങളുടെ മനസ്സിനേക്കാൾ പരിശുദ്ധമാണ് അവളുടെ മനസ്സ്. ആ എന്നാ മോളെ, നമുക്കിത് കഴിക്കാം. നീ എന്തിനാ ഇത് ഇങ്ങോട്ട് എടുത്തു വന്നത്? കൊള്ളാം, നീയും മോളും ഇത് കഴിച്ചുവെന്ന് ഞാൻ അവിടെ ചെന്ന് പറയാതെ അവൾ പച്ച വെള്ളം പോലും കഴിക്കില്ല. നീ പോയി പ്ലേറ്റിംഗ് എടുക്ക. ഇവിടെ ഇരിക്കട്ടെ, ഞങ്ങൾ പിന്നെ കഴിച്ചോളാം. ശരി, എന്നാ ഞാൻ പോകുന്നു, എനിക്ക് ഡ്യൂട്ടിക്ക് സമയമായി. ആ, നീ ചെല്ല്. മോളെ, മാമൻ വരട്ടെ. എന്താ മോളെ? ചോറിന വേണ്ട മോളെ, ഈ ചോറുണ്ടാ മോടെ കാല് പഴുത്തു. എനിക്ക് വിശക്കണച്ചാ. മോക്ക ചൊറൊട്ടിയും പാലത്തില.